Dear students, now we are going to discuss first chapter of the biology textbook of 10th standard student. The name of chapter is Sensation and Responses. Sensation and Responses. When you open the first lesson, you can see a beautiful scenery. നിങ്ങൾ ഈ ഫസ്റ്റ് പാഠം ആരംഭിക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള സീനറിയോട് കൂടിയാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വെക്കുക, എന്നിട്ട് അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നോക്ക്, നിങ്ങൾ അവിടെ ആ ചിത്രത്തിനകത്ത് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഫസ്റ്റ് ലെസണിനകത്ത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ടെന്ന്. അതിനകത്ത് അവിടെ ആ ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഓർഗാനിസത്തിനാണ്, വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഓർഗാനിസത്തിന് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്, എന്തൊക്കെയാണ് അതിനുണ്ടാകുന്ന റെസ്പോൺസ് എന്നൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കാനുള്ളത്. അവിടെ അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് അവിടെയുള്ള ഓർഗാനിസത്തിന് ഏതൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്, അവ എന്തൊക്കെയാണ് റെസ്പോണ്ട് ചെയ്തത് അല്ലെങ്കിൽ എന്തിനോടൊക്കെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവ എന്തിനോടൊക്കെയാണ് ഈ ഓർഗാനിസം റെസ്പോൺസ് ചെയ്തത് എന്നുള്ളതും അതേപോലെ തന്നെ ഇതിനുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട് അല്ലേ. ബേർഡ് ഫ്ലൈ, അതായത് പക്ഷി പറക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ചിൽഡ്രൻ ടേസ്റ്റ് മാംഗോ, കുട്ടികൾ എന്താണ് മാംഗോ ടേസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്നെയിലിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡി അതിൻ്റെ ഷെല്ലിലേക്ക് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഈ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഇവയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചില വസ്തുക്കളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇവ എന്തിനോടൊക്കെയാണ് ഇവ റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളതാണ്. അതായത് ബേർഡ് ഫ്ലൈ അല്ലേ, ബേർഡ് പറക്കാൻ കാരണമായി, ഫ്ലൈ ചെയ്യാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉള്ള റീസൺ എന്താണെന്നുള്ളത്. അതിനുള്ള റീസൺ എന്താണ്, നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന സമയത്താണ് ഈ ബേർഡ് ഫ്ലൈ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ചിൽഡ്രൻ ടേസ്റ്റ് മാംഗോ അല്ലേ, കുട്ടികൾ മാംഗോ ടേസ്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിനോടുള്ള അതിൻ്റെ റെസ്പോൺസ് എന്താണ്, അല്ലെങ്കിൽ റെസ്പോൺസ് എന്താണ്, അവിടെ ടേസ്റ്റാണ്, ഈ ടേസ്റ്റിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഈ സ്നെയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ടച്ചിനോടെയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് അല്ലേ. ഈ റെസ്പോൺസിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് പൊതുവെ നമ്മൾ എന്തറിയപ്പെടുന്നത്, സ്റ്റിമുലി എന്നറിയപ്പെടുന്നത്. എന്താണ്, ശ്രദ്ധിക്കുക, സ്റ്റിമുലി അല്ലെ സ്റ്റിമുലൈ എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്നൊക്കെ പറയാം. നോക്ക് നിങ്ങൾ, ഈ സ്റ്റിമുലി എന്ന് പറയും, വാട്ട് ഈസ് സ്റ്റിമുലി? The sense that evoke responses is called stimuli. The sense that evoke responses is called stimuli or stimulus. അതായത് ഈ റെസ്പോൺസിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാൻ കാരണമായിട്ടുള്ള തോന്നലുകളെയാണ് എന്തറിയപ്പെടുന്നത്, സ്റ്റിമുലി എന്നറിയപ്പെടുന്നത്. The sense that evoke responses is called stimuli. അതായത് പ്രതികരിക്കാൻ കാരണമായിട്ടുള്ള പ്രേരണകളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, സ്റ്റിമുലി എന്നറിയപ്പെടുന്നത്. ഇനി സ്റ്റിമുലിക്ക് എക്സാമ്പിൾ എന്ത് പറയാം, ടച്ച്, ഹീറ്റ്, കോൾഡ്, പ്രഷർ, ഇതൊക്കെ എക്സാമ്പിളാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുക, നമ്മൾ സിമ്പിളായിട്ട് ഒരാൾ ടച്ച് ചെയ്തു അല്ലേ, ഒരാളെ ടച്ച് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാവും. പുറകുന്ന ടച്ച് ചെയ്ത വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, തിരിഞ്ഞു നോക്കും അല്ലേ, സ്വാഭാവികമായിട്ടാണല്ലോ. അപ്പം അങ്ങനെ തിരിഞ്ഞു നോക്കാനുള്ള പ്രേരണ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, തൊടുക എന്നുള്ളതാണ്. അപ്പോൾ ടച്ചാണ്. അപ്പം ഇതിനാണ് എന്തറിയപ്പെടുന്നത്, സ്റ്റിമുലി എന്ന് പറയുന്നത്. ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഈസ് കോൾഡ് സ്റ്റിമുലി. ഇനി വേറെ നോക്കാം, നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു കുട നിവർത്തും. ഈ കുട നിവർത്താൻ കാരണം ആരാണ്, ചൂടാണ്. അപ്പോൾ ചൂടിന് പറയുന്ന പേരാണ് ഇത് സ്റ്റിമുലി. അപ്പോൾ ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഈസ് കോൾഡ് സ്റ്റിമുലി. ഇനി നോക്കുക, നമ്മൾ സ്റ്റിമുലീസ് ആർ ടു ടൈപ്സ്, ഇന്റേണൽ സ്റ്റിമുലി ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലി. ഇന്റേണൽ സ്റ്റിമുലി ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലി. ഇപ്പം നിങ്ങൾക്ക് സ്റ്റിമുലി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, സ്റ്റിമുലിക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
അതായത് സ്റ്റിമുലിക്ക് എക്സാമ്പിൾ ആണ് ഹീറ്റ്, കോൾഡ്, ടച്ച്, പ്രഷർ, ഹെഡേക്ക്. ഇതൊക്കെ എന്താണ്? സ്റ്റിമുലിയാണ് അല്ലേ? അപ്പം ഈ സ്റ്റിമുലി കൊണ്ടാണ് ബോഡിയിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ സ്റ്റിമുലീസ് ആർ 2 ടൈപ്സ്. ഈ സ്റ്റിമുലി 2 തരമുണ്ട്. ഒന്നെന്താണ്? ഇന്റേണൽ സ്റ്റിമുലി ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലി. ഇന്റേണലും എക്സ്റ്റേണലുമായിട്ട് ഉള്ള സ്റ്റിമുലി ഉണ്ട്. ബോഡിയുടെ ഔട്ടർ പാർട്ടിൽ എഫക്റ്റ് ചെയ്യുന്ന സ്റ്റിമുലീസിനാണ് പൊതുവെ എന്തറിയപ്പെടുന്നത്? എക്സ്റ്റേണൽ സ്റ്റിമുലി. അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലി അഫക്ട് ദ ഔട്ടർ പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിയുടെ പുറം ഭാഗത്തായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സ്റ്റിമുലീസിനാണ് എന്തറിയപ്പെടുന്നത്? എക്സ്റ്റേണൽ സ്റ്റിമുലി. ഇതിന് എക്സാമ്പിളാണ് ടച്ച്, ഹീറ്റ്, കോൾഡ്, പ്രഷർ ഒക്കെ പറയാം നമുക്ക് അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു ടച്ച് അല്ലേ? ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനോട് റെസ്പോൺസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഫയറിൽ നമ്മൾ എന്താണ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും അല്ലേ? ഈ ഹാൻഡ് വിഡ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊരു ഫയർ ആണെന്ന് കൂടി ഈ ഫയറിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹാൻഡ് വിഡ്രോ ചെയ്യും. ഈ ഹാൻഡ് വിഡ്രോ ചെയ്യാൻ കാരണമായിട്ടുള്ള ഫാക്ടർ എന്താണ്? ഈ ഹീറ്റാണ്. അപ്പോൾ ഹീറ്റ് എന്താണ്? സ്റ്റിമുലിയാണ്. അപ്പം ഇതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലിക്ക് എക്സാമ്പിൾ ആണ് ഹീറ്റ്, കോൾഡ് ഒക്കെ തന്നെ. ഇനി ഇന്റേണൽ സ്റ്റിമുലി അഫക്ട് ദ ഇന്റേണൽ പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഇന്റേണൽ പാർട്ടിൽ എഫക്റ്റ് ചെയ്യുന്ന സ്റ്റിമുലിക്കാണ് എന്തറിയപ്പെടുന്നത്? ഇന്റേണൽ സ്റ്റിമുലി. മനസ്സിലായിക്കല്ലോ. ഇനി ഈ ഇന്റേണൽ സ്റ്റിമുലിക്ക് എക്സാമ്പിൾ ആണ് ഹങ്ങർ, തേസ്റ്റ്, ഹെഡേക്ക്, പ്രഷർ, ഇനി അതേപോലെ തന്നെ വാട്ടർ ലെവൽ വേരിയേഷൻ. ഇതൊക്കെ ഇന്റേണൽ സ്റ്റിമുലിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ? ഹങ്ങർ, തേസ്റ്റ് അല്ലേ? നോക്ക് നിങ്ങൾക്ക് ദാഹം, അല്ലെങ്കിൽ ദാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് ദാഹിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യും? ഓടിപ്പോയി വെള്ളം കുടിക്കും. നമ്മുടെ വെള്ളം കുടിക്കാൻ കാരണമായിട്ടുള്ള തോന്നൽ എന്താണ്? അത് ദാഹമാണ്. അപ്പോൾ ഈ ദാഹമാണ് സ്റ്റിമുലി. ഇതാണ് ഇന്റേണൽ സ്റ്റിമുലിക്ക് എക്സാമ്പിൾ. അതേപോലെ ഹെഡേക്ക്, വാട്ടർ ലെവൽ വേരിയേഷൻ, തേസ്റ്റ്, ഇതൊക്കെ എന്ത് പറയാം? ഇന്റേണൽ സ്റ്റിമുലിക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ഈ സ്റ്റിമുലിയെ നമ്മുടെ ബോഡിയിൽ റിസീവ് ചെയ്യണം. അപ്പം നമുക്ക് ഒരു മഴ കൊള്ളുക അല്ലെങ്കിൽ ചൂടടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യണം. അപ്പം ബോഡിയിൽ എന്ത് ചെയ്യണം? സ്റ്റിമുലി വരുന്ന സമയത്ത് ഈ സ്റ്റിമുലിയെ റിസീവ് ചെയ്യണം. ഈ സ്റ്റിമുലിയെ റിസീവ് ചെയ്യുവാൻ ബോഡിയിലുള്ള, അല്ലെങ്കിൽ ഈ സ്റ്റിമുലിയെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് ബോഡിയിലുള്ള സ്പെഷ്യൽ റിസപ്റ്റേഴ്സ് ആണ്. എന്താണ് ഓർമ്മിക്കേണ്ടത്? റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഐഡന്റിഫൈ ദ സ്റ്റിമുലി, അതായത് ഈ സ്റ്റിമുലിയെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ബോഡിയിലെ പാർട്ടാണ് ഏത്? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയിലുള്ള ഈ സ്റ്റിമുലസിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ആണെന്ത്? റിസപ്റ്റേഴ്സ്. ഇനി റിസപ്റ്റേഴ്സിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഡെവലപ്ഡ് ന്യൂറോൺസ് അല്ലെങ്കിൽ മോഡിഫൈഡ് ന്യൂറോൺസ് ആർ കോൾഡ് റിസപ്റ്റേഴ്സ്. ഡെവലപ്ഡ് ന്യൂറോൺസ് ആർ കോൾഡ് റിസപ്റ്റേഴ്സ്. അതായത് വികാസം പ്രാപിച്ച നാഡീ കലകൾ അല്ലെങ്കിൽ നെർവ് സെല്ലാണ്, അല്ലെങ്കിൽ ന്യൂറോൺസിനെയാണ് എന്തറിയപ്പെടുന്നത്? റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ സ്റ്റിമുലീസ് അല്ലെങ്കിൽ റിസീവ് ദ സ്റ്റിമുലീസ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ബോഡിയിൽ എഫക്റ്റ് ഉണ്ടാക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ ഈ ബോഡിയുടെ സർഫസിൽ കാണപ്പെടുന്ന ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? സ്റ്റിമുലീസിനെ ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ റിസീവ് ചെയ്ത് നെർവിലൂടെ എവിടെ എത്തിക്കുന്നു? ടു ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. അങ്ങനെ എവിടെ എത്തിക്കുന്നു? ടു ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. അപ്പോൾ എവിടെ എത്തിക്കുന്നു? ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ ഈ സ്റ്റിമുലീസിനെ നെർവിലൂടെ എവിടെ എത്തിക്കും? ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ എത്തിക്കും. അങ്ങനെ ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ എത്തിക്കഴിഞ്ഞാൽ ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും, ബോഡിയിൽ ഒരു മാറ്റം ഉണ്ടാകും. ആ ചേഞ്ചിനെയാണ് എന്തറിയപ്പെടുന്നത്? റെസ്പോൺസസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെന്തൊക്കെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഓർമ്മിക്കേണ്ട റെസ്പോൺസസ് നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കുക നിങ്ങൾ, റെസ്പോൺസസ് അല്ല, റിസപ്റ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ഏത്? റിസപ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം അടുത്തത്? വാട്ട് ഈസ് നെർവസ് സിസ്റ്റം? ഓർമ്മിക്കുക, നെർവസ് സിസ്റ്റം.
നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓൾ ബോഡി ആക്ടിവിറ്റീസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് അല്ലേ, കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും എന്ന് പറയും മലയാളത്തിൽ. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്. ഈ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന മെയിൻ പാർട്ടാണ് ഏത്? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഇവയൊക്കെ ചേർന്നതാണ് ഏത്? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ റിസപ്റ്റേഴ്സ് ഉണ്ട്, ഇനി അതേപോലെ തന്നെ നെർവ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. ഇതൊക്കെ കമ്പൈൻ ചെയ്തതാണ് ഏതറിയപ്പെടുന്നത്? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. നമ്മൾ പറഞ്ഞത് സ്റ്റിമുലിയാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റിമുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഈസ് കോൾഡ് സ്റ്റിമുലി. അതായത് പ്രതികരിക്കാൻ കാരണമായിട്ടുള്ള തോന്നലിനെയാണത്, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള തോന്നലിനെയാണ്. ഇനി 2 ടൈപ്പ് സ്റ്റിമുലി പറഞ്ഞു, ഇന്റേണൽ സ്റ്റിമുലി ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലി. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? റിസപ്റ്റേഴ്സ് പറഞ്ഞു. മോഡിഫൈഡ് ന്യൂറോൺസ് ആണ് റിസപ്റ്റേഴ്സ്. അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ സ്റ്റിമുലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുകയാണ് റിസപ്റ്റേഴ്സ്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഇതൊക്കെ ചേർന്നതാണ് എന്തറിയപ്പെടുന്നത്? നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് നെർവസ് സിസ്റ്റത്തിലേക്ക് ഒന്നുകൂടി പോയേക്കാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഈസ് കോൾഡ് ന്യൂറോൺ. ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകമാണ് എന്തറിയപ്പെടുന്നത്? ന്യൂറോൺ എന്ന് പറയുന്നത്. എന്താണ്? ന്യൂറോൺ. നമ്മൾ ഈ ന്യൂറോൺ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. ലോങ്ങസ്റ്റ് സെൽ അല്ലേ, ബോഡിയിൽ ഏറ്റവും നീളം കൂടിയ സെൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതാണ്? ന്യൂറോൺ ആണ്. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഈസ് കോൾഡ് ന്യൂറോൺ. നെർവസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ. മലയാളത്തിൽ നാഡീകോശം എന്ന് പറയും. ഇനി നമുക്ക് ന്യൂറോണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കുക, നമ്മൾ ന്യൂറോണിനെ ഒന്ന് വരച്ച് നോക്കുക. നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ന്യൂറോണുമായി ബന്ധപ്പെട്ട. ഇനി ശ്രദ്ധിക്കുക, ന്യൂറോൺ ഹാസ് മെയിൻ 3 പാർട്സ്: ഡെൻഡ്രോൺ, സൈറ്റോൺ ആൻഡ് ആക്സോൺ. ഒരു ന്യൂറോണിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് ഡെൻഡ്രോൺ, സെക്കൻഡ് സൈറ്റോൺ, തേർഡ് ആക്സോൺ. അങ്ങനെ നോക്കുക, നമ്മൾ ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ. ഫസ്റ്റ് നമ്മൾ നോക്കുക സൈറ്റോൺ. ഈ സൈറ്റോൺ ഓർ സെൽ ബോഡി ഇൻക്ലൂഡ് ന്യൂക്ലിയസ് ഉൾപ്പെടുന്ന പാർട്ടിനെയാണ് സൈറ്റോൺ എന്ന് പറയുന്നത്. ഇനി സൈറ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്മോൾ ബ്രാഞ്ച് ആണ് എന്തറിയപ്പെടുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. സൈറ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്മോൾ ബ്രാഞ്ചിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സൈറ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്ന ഈ ലോങ്ങസ്റ്റ് ഫിലമെന്റിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നോക്കുക, നമ്മൾ മറ്റ് ഭാഗങ്ങൾ കൂടി ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് മറ്റ് പാർട്ട് കൂടി ഒന്ന് പഠിക്കാം. ഇനി ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ്, ഡെൻഡ്രോണിൻ്റെ ഈ ബ്രാഞ്ചസിനെയാണ് എന്തറിയപ്പെടുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ആക്സോണിൻ്റെ ടെർമിനൽ ബ്രാഞ്ചസിനെയാണ് എന്തറിയപ്പെടുന്നത്? ആക്സോണൈറ്റ് എന്നും അറിയപ്പെടുന്നത്. ഇനി ഈ ആക്സോണൈറ്റിൻ്റെ എൻഡിലായിട്ട് സോളൻ ടിപ്സ് ഉണ്ട്. വീർത്തിരിക്കുന്ന, വലുതായിരിക്കുന്ന, വീങ്ങിയിരിക്കുന്ന ഈ സോളൻ ടിപ്സിനെയാണ് സിനാപ്റ്റിക് നോബ് എന്നും പറയുന്നത്. ഇനി നോക്ക് നിങ്ങൾ, ഈ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കവറിങ് ഷീത്ത് ഉണ്ട്. അതിനാണ് എന്തറിയപ്പെടുന്നത്? മൈലിൻ ഷീത്ത് എന്നും പറയുന്നത്. ഇതാണ് ന്യൂറോണിൻ്റെ മെയിൻ പാർട്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ മെയിൻ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഈ ഭാഗങ്ങളുടെയൊക്കെ തന്നെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് പഠിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി എളുപ്പമാണെങ്കിൽ ഈ നെർവിൻ്റെ ഈ ന്യൂറോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കണം. ന്യൂറോണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിങ് ഇമ്പൾസസ് ആണ്. ഇമ്പൾസസിനെ വഹിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ഇമ്പൾസസ്? അത് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. അതിനപ്പുറത്തേക്ക്
ഇതിലൂടെ ഇമ്പൾസിനെ കടത്തിവിടുക എന്നുള്ളതാണ് ആരെ ഫങ്ഷൻ. ആവേഗങ്ങളെ കടത്തിവിടുക അല്ലെങ്കിൽ ഇമ്പൾസിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ആരെ ഫങ്ഷൻ, ഈ ന്യൂറോണിൻ്റെ ഫങ്ഷൻ. ഇനി നമുക്ക് ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷനും ഒന്ന് നോക്കാം നമ്മൾ. അതിൽ ആദ്യത്തത് എന്താണ്, ഏറ്റവും എൻഡിലായിട്ട് കാണപ്പെടുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഇതാ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ്, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണ് ഇത് ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രൈറ്റിൻ്റെ ഫങ്ഷൻ നോക്കുക നമ്മൾ. പാർട്ട് വിച്ച് ഡെൻഡ്രൈറ്റ് അല്ലേ, അതായത് തൊട്ടടുത്ത, അതായത് അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഏത്, ഡെൻഡ്രൈറ്റ്. ഇപ്പോൾ ഒരു ന്യൂറോൺ അല്ല, കുറേ ന്യൂറോണുകൾ ചേർന്ന് ഇങ്ങനെ കണക്ട് ചെയ്താണ് നമ്മൾ നെർവൊക്കെ ഫോം ചെയ്ത് നമ്മൾ പഠിക്കും. പക്ഷെ അപ്പോൾ എന്താണ്, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യണം. അപ്പം ഈ എൻഡിലുള്ള അല്ലെങ്കിൽ ഈ ബിഗിനിങ് പാർട്ടിലുള്ള ഈ എന്താണ് ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് അല്ലേ, അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. ഇനി അടുത്തത് ഡെൻഡ്രോൺ എന്താണ്, ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നു അല്ലേ, അതായത് ഡെൻഡ്രോൺ ക്യാരി ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രൈറ്റിന് ഇമ്പൾസിനെ ക്യാരി ചെയ്ത് ടു സൈറ്റോണിലേക്ക് എത്തിക്കുന്നു. ഇനി സൈറ്റോൺ എന്താ ചെയ്യുന്നത്, ഈ ഇമ്പൾസിനെ എവിടെ എത്തിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഔട്ട്സൈഡിലേക്ക് എത്തിക്കുന്നു, ത്രൂ ആക്സോണിലൂടെ പുറത്തേക്ക് കടത്തി വിടുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഒരു പാർട്ട് ഉണ്ട്, മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഭാഗം. മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ഈ ആക്സോണിനെ ഷ്വാൻ സെല്ല് കൊണ്ട് എൻസർക്കിൾ ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് എന്തറിയപ്പെടുന്നത്, മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. നോക്കുക നമ്മൾ, ഇതൊരു ആക്സോണാണ് എന്ന് കൂട്ടിക്കോ. ഈ ആക്സോണിനെ ഒരു സ്പെഷ്യൽ സെല്ല് കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്, എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് എന്തറിയപ്പെടുന്നത്, ഷ്വാൻ സെല്ല് കൊണ്ട് എൻസർക്കിൾ ചെയ്തിരിക്കുന്ന പാർട്ടാണ് എന്തറിയപ്പെടുന്നത്, മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ ഷ്വാൻ സെല്ലിന് ഷൈനി വൈറ്റ് കളറാണ്, നല്ല തിളങ്ങുന്ന വെള്ള നിറമാണുള്ളത്, ഷൈനി വൈറ്റ് കളർ. അപ്പം ഇവിടെ കാണിക്കുന്നത് ഈ ഷ്വാൻ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ്, മർമ്മമാണ് ഈ കാണിക്കുന്നത്, ന്യൂക്ലിയസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുക, അപ്പം നമ്മൾ എന്താണെന്ന് പഠിച്ചു, മൈലിൻ ഷീത്ത് എന്താണെന്ന് പഠിച്ചു. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഷ്വാൻ സെല്ല് കൊണ്ട് എൻസർക്കിൾ ചെയ്ത് ചുറ്റി വരിഞ്ഞ് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, മൈലിൻ ഷീത്ത്. ഇനി മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ നമ്മൾ പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്, ഒന്ന് നമുക്കറിയാം പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഈ ആക്സോണിനെ അല്ലേ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്ക് അല്ലേ, ഈ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് ഏത്, മൈലിൻ ഷീത്ത്. ഒന്ന് കിട്ടി നമുക്ക്, ഒന്ന് പ്രൊട്ടക്ഷനാണ്, എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് എന്താണ്, ഇതിനകത്തുള്ള ഈ ആക്സോണിലൂടെ കടന്നു പോകുന്ന ഇമ്പൾസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തത് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ്, ഈ ഇമ്പൾസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഒരു ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇതൊരു ഇലക്ട്രിക് ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. ഇതിനകത്തൂടി കടന്നു പോകുന്ന ഇമ്പൾസ് എന്താണ്, അതിന് ചുറ്റും ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു, ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇനി നാലാമത്തെ എന്താണ്, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂസ് ഓഫ് ആക്സോണിൻ്റെ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 ഫംഗ്ഷനാണ് പഠിക്കേണ്ടു. ഒന്ന് പ്രൊട്ടക്ഷനാണ്, ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന്. 2 ഇമ്പൾസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. നാലാമത്തത് വേണേൽ പറയാം പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ന്യൂറോൺ ടിഷ്യൂസിന് ആവശ്യമായ ഓക്സിജൻ ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഈ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ. നമ്മളിത് പറയുന്ന കൂടെ നിങ്ങൾ ടെസ്റ്റ് കൂടി ഒന്ന് നന്നായിട്ട് വായിക്കുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുക. അതുകൂടി ഒന്ന് ഓർമ്മിക്കുകയാണ്. ഇനി അടുത്ത നോക്ക് നിങ്ങൾ, ഇനി ഇതിനകത്തു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസ് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇമ്പൾസ്, വാട്ട് ഈസ് ആൻ ഇമ്പൾസ്, എന്താണ് ഇമ്പൾസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇമ്പൾസ് അല്ലേ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് ആണ് ശരിക്കും അല്ലേ. ബോഡിയുടെ ഈക്വിലിബ്രിയത്തിന് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് ചാർജിനെയാണ് എന്തറിയപ്പെടുന്നത്, ഇമ്പൾസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ
ന്യൂറോൺ കണ്ടക്ട് ചെയ്യുന്ന മെസ്സേജുകളെയാണ് എന്തറിയപ്പെടുന്നത്? ഇമ്പൾസ്. അതായത് ഈ ന്യൂറോൺ വഹിക്കുന്ന സന്ദേശങ്ങളെ, മെസ്സേജിനെയാണ് എന്തറിയപ്പെടുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ബോഡിയുടെ ഈക്വിലിബ്രിയത്തിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ, ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബോഡിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ചാർജ് ആണ് ഏത്? ഇമ്പൾസ്. അല്ലേ? നമ്മളൊരു വസ്തുവിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്? ബോഡിയുടെ ഈക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടാകും, ഇമ്പൾസ് ഉണ്ടാകും. അല്ലേ? അപ്പം ഈ സ്റ്റിമുലി ഇമ്പൾസിനെ ഉണ്ടാക്കും. ഈ ഇമ്പൾസ് ആണ് എന്ത് ചെയ്യുന്നത്? നെർവിലൂടെ എവിടെ എത്തുന്നു? ടു ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. അപ്പോൾ ഇതാണ് ഇമ്പൾസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇമ്പൾസ് ബ്രെയിനിലെത്തി അതിനനുസരിച്ച് ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇമ്പൾസ് ബോഡിയിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ടുവാർഡ്സ് ആയിട്ട് ബോഡിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആ ചേഞ്ചിനെയാണ് എന്തറിയപ്പെടുന്നത്? റെസ്പോൺസ് എന്ന് പറയുന്നത്, പ്രതികരണം എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക, സ്റ്റിമുലി വന്നു, സ്റ്റിമുലി ബോഡിയിൽ എന്ത് ചെയ്തു? ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്തു, ഉണ്ടാക്കി. അങ്ങനെ ഇമ്പൾസ് എന്ത് ചെയ്തു? നെർവിലൂടെ ബ്രെയിനിലോ സ്പൈനൽ കോഡിലെത്തി. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിന് മറുപടി, അല്ലേ? അതിനെയാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിൻ്റെ വിശദമായിട്ട് കൂടി നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ഇമ്പൾസ്, അല്ലെങ്കിൽ ഈ നെർവിൽ എങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നും ഈ ഇമ്പൾസ് എങ്ങനെയാണ് ഈ ന്യൂറോണിലൂടെ പാസ് ചെയ്യുന്നതും എന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. അത് നോക്കാം നമുക്ക്. അടുത്തത് ജനറേഷൻ ഓഫ് ഇമ്പൾസസ്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. നമ്മൾ പറഞ്ഞതാണ് ജനറേഷൻ ഓഫ് ഇമ്പൾസസ്. ജനറേഷൻ ഓഫ് ഇമ്പൾസസ് എങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ സൈറ്റോൺ, നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂറോണിൻ്റെ, ഇത് ന്യൂറോണാണ് കൂട്ടുക നമ്മൾ. ഈ ന്യൂറോണിൻ്റെ പ്ലാസ്മാ മെംബ്രെയിൻ, ഈ ന്യൂറോണിൻ്റെ പ്ലാസ്മാ മെംബ്രെയിനിൽ ഔട്ടർ പാർട്ട്, ഈ ഔട്ടർ പാർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലേഷൻ നടക്കുന്നു. ഈ സ്റ്റിമുലേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു അയോണിക് ഈക്വിലിബ്രിയം ഉണ്ട്. ഈ ഈക്വിലിബ്രിയത്തിന് ചേഞ്ച് ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇമ്പൾസ് എന്താണെന്ന്. അതായത് ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ, ഈക്വിലിബ്രിയത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ചാർജിനെയാണ് എന്തറിയപ്പെടുന്നത്? ഇമ്പൾസ്. അപ്പോൾ നോക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ പ്ലാസ്മാ മെംബ്രെയിനിൽ ഔട്ടർ സർഫസിൽ പോസിറ്റീവും ഇന്നർ സർഫസിൽ നെഗറ്റീവുമാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, ഇത് തന്നെയാണ് ഇത്. ഔട്ടർ സർഫസ് പോസിറ്റീവും ഇന്നർ സർഫസ് എന്താണ്? നെഗറ്റീവുമാണ്. ബോഡിയുടെ പ്ലാസ്മാ മെംബ്രെയിനിൽ ഔട്ടർ സർഫസ് പോസിറ്റീവ് ചാർജും ഇന്നർ സർഫസിൽ നെഗറ്റീവ് ചാർജുമാണ്. ഈ ചാർജ് ശരിക്കും, ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ലാസ് പഠിക്കും. എന്നാലും നമുക്ക് ഓർമ്മിക്കാം, ഈ സോഡിയം അയോൺസും പൊട്ടാസ്യം അയോൺസ്, നമ്മൾ കേട്ടിട്ടുണ്ട് K+, Na+ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ സോഡിയം അയോൺസും പൊട്ടാസ്യം അയോൺസും ഒക്കെ ബോഡിയുടെ സർഫസിലുള്ളത് കൊണ്ടാണ് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജൊക്കെ ഉണ്ടാകാനുള്ള കാരണം. അപ്പം ഈ സ്റ്റിമുലി എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൽക്കാലം ഇത് ഈ പാർട്ട് എടുക്കുക, ഈ ഭാഗം മാത്രം, അല്ലേ? ഈ പർട്ടിക്കുലർ പാർട്ടിൽ നോക്കി നിങ്ങൾ, ഈ സ്റ്റിമുലി എഫക്റ്റ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ പൊളാരിറ്റി ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ്, ഈക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഈ ഔട്ടർ സർഫസിലുള്ള പോസിറ്റീവ് എന്തായിട്ട് മാറും? നെഗറ്റീവും. നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ നോക്ക് നിങ്ങൾ, ഈ പോസിറ്റീവ് മാറി നെഗറ്റീവായി. പൊളാരിറ്റി ചേഞ്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ നമ്മൾ ഡൈപോളാർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജിൽ വേരിയേഷൻ ഉണ്ടാവും. കണ്ടോ നിങ്ങൾ, ഈ സ്റ്റിമുലേഷൻ നടന്നു, ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവും നെഗറ്റീവ് ചാർജ് പോസിറ്റീവുമായിട്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഈ ചേഞ്ച് ഒരുപാട് നേരം നീണ്ടു നിൽക്കില്ല. ഡസ് നോട്ട് പെർസിസ്റ്റ്. അതായത് ഒരുപാട് സമയം എന്ത് ചെയ്യുന്നില്ല, നീണ്ടു നിൽക്കുന്നില്ല. ഇവ വീണ്ടും എന്ത് ചെയ്തു? സഡനായിട്ട് റീസ്റ്റേറ്റിലേക്ക് മാറുന്നു, തിരിച്ച് പഴയ രൂപത്തിലേക്ക് തന്നെ മാറുന്നു. മനസ്സിലായല്ലോ? ഇവ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെ റീസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഈ തൊട്ടടുത്ത ന്യൂറോൺസിന് എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ടടുത്ത പാർട്ടിനെ എന്ത് ചെയ്യും? ഈ അഡ്ജസൻറ്റ് പാർട്ടിനെ കൂടി എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ചേഞ്ച് വരും. ഇവിടെ നെഗറ്റീവും നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറും.
ഈ ചേഞ്ച് അല്ലേ, ഇതും സഡനായിട്ട് എന്ത് ചെയ്യും, റീസ്റ്റേറ്റിലേക്ക് മാറും. വീണ്ടും ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ നെഗറ്റീവ് ആവും. ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ആക്സോണിലൂടെ ഇമ്പൾസ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ആക്സോണിൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നതും ഇത് പാസ് ചെയ്യുന്നതും. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പ്രസരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെന്താണ് ഇനി എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് ആൻഡ് നെക്സ്റ്റ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന്. ഇവിടെ നോക്ക് നിങ്ങൾ, ഇതൊരു ന്യൂറോണാണ്. ഈ ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എന്ത് ചെയ്യണം, ഇമ്പൾസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ്, സൈറ്റോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് വരെ എത്തി. ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം. എങ്ങനെയാണ്, ഈ ന്യൂറോണിൻ്റെ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. ഈ പാർട്ടിനെയാണ് എന്തറിയപ്പെടുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, സിനാപ്സ്. സിനാപ്സ് എന്ന് പറയും. സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിത്തേരുന്ന ജംഗ്ഷനെയാണ് എന്തറിയപ്പെടുന്നത്, സിനാപ്സ്. ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ഇനി അത് മാത്രമല്ല ശരിക്കും ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോൺ ഹാസ് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ. ഇനി അതേപോലെ തന്നെ എന്താണ്, ന്യൂറോൺ ആൻഡ് മസിൽ സെൽ ഓർ ന്യൂറോൺ ആൻഡ് ഗ്ലാൻഡുലാർ സെൽ. അതായത് സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന പാർട്ടിനെയോ, ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും ചേരുന്ന പാർട്ടിനെയോ, ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിൽ ചേരുന്ന പാർട്ടിനെയോ സിനാപ്സ് എന്ന് പറയും. ഇപ്പം ഇവിടെ ഒരു ഗ്ലാൻഡ് സെല്ലാണോ അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലോ ആവട്ടെ, ഈ മസിൽ സെല്ലും ഈ ന്യൂറോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടിനെയോ, അല്ലെങ്കിൽ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടിനെയോ എന്തറിയപ്പെടും, സിനാപ്സ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇനി നോക്ക്, നമ്മൾ സിനാപ്സ് പറഞ്ഞു. ഈ സിനാപ്സിനകത്ത് ഈ വിടവുണ്ട്, രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഈ ജംഗ്ഷനെയാണെന്ന് അറിയപ്പെടുന്നത് സിനാപ്സ് എന്ന് പറഞ്ഞു. ഈ ജംഗ്ഷനകത്ത് ഒരു കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് അല്ലെങ്കിൽ നെർവ് ട്രാൻസ്മിറ്റർ എന്ന് പറയും. ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടില്ല, ഈ സിനാപ്റ്റിക് നോബ് ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ സിനാപ്റ്റിക് നോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, ഈ സിനാപ്റ്റിക് നോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് അസറ്റൈൽ കൊളീൻ, ഡോപ്പാമിൻ എക്സെട്ര. ഇതൊക്കെ എന്താണ്, ഇത്തരം ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിളാണ്. പരീക്ഷയ്ക്ക് ഓർമ്മിച്ച് വെക്കണം, വരും. അപ്പം നമ്മൾ പറഞ്ഞെന്താ, ഈ സിനാപ്റ്റിക് നോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, സിനാപ്സിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്ക് നിങ്ങൾ, ഈ സിനാപ്സിനകത്ത് എന്ത് നിറഞ്ഞിട്ടുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ട്, അസറ്റൈൽ കൊളീൻ അല്ലേ. അപ്പം നോക്ക് നിങ്ങൾ, ഈ ഇതിലൂടെ കടന്നു പോകുന്നത്, ന്യൂറോണിലൂടെ പാസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഇമ്പൾസ് ആണ്. ഇലക്ട്രിക് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇമ്പൾസ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്സ്. ഇതിലൂടെ കടന്നു വരുന്ന എന്താണ്, ഈ ഇലക്ട്രിക് ഇമ്പൾസ് ഈ സിനാപ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കെമിക്കൽസുമായി കമ്പൈൻ ചെയ്ത് ഒരു കെമിക്കലായിട്ട് മാറും. ഈ ഇലക്ട്രിക് ഇമ്പൾസ് എന്ത് ഇമ്പൾസായി കൺവേർട്ട് ചെയ്യും, കെമിക്കൽ ഇമ്പൾസായി കൺവേർട്ട് ചെയ്യും. ഈ കെമിക്കൽ ഇമ്പൾസ് എന്ത് ചെയ്യും, അഡ്ജസൻറ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ അഡ്ജസൻറ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വീണ്ടും എന്തായിട്ട് തന്നെ മാറും, ഇലക്ട്രിക് ഇമ്പൾസ് ആയിട്ട് തന്നെ മാറി കൺവേർട്ട് ചെയ്ത് വീണ്ടും ഇലക്ട്രിക് ഇമ്പൾസ് ആയിട്ട് മാറും. അപ്പോൾ ഇലക്ട്രിക് ഇമ്പൾസ്, കെമിക്കൽ ഇമ്പൾസ് ആൻഡ് ഇലക്ട്രിക് ഇമ്പൾസ്. ഇവിടെ നോക്ക് നിങ്ങൾ, ഇതിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഇമ്പൾസ് ഇവിടെ എത്തുമ്പോൾ കെമിക്കൽ ആവും, ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്താണ്, ഇലക്ട്രിക് ആവും അല്ലേ. ഇലക്ട്രിക് ഇമ്പൾസ്, കെമിക്കൽ ഇമ്പൾസ്, വീണ്ടും ഇലക്ട്രിക് ഇമ്പൾസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഇമ്പൾസ് സിനാപ്സിലെത്തി കെമിക്കൽ ഇമ്പൾസായി കൺവേർട്ട് ചെയ്യും. കെമിക്കൽ ഇമ്പൾസ് നെക്സ്റ്റ് ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വീണ്ടും ഇലക്ട്രിക് ഇമ്പൾസായിട്ട് കടന്നു പോകുന്നു. ഇങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇത്രയുമാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഇനി ഈ ന്യൂറോണുകൾ
ഇതിൻ്റെ പ്രത്യേകതയോട് നമ്മൾ പറഞ്ഞുതരാം. ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ തന്നെ ഈ മൈലിനേറ്റഡ് ന്യൂറോൺസ് കൂട്ടമായിട്ട് കാണപ്പെടുന്ന അബണ്ടൻസ് അല്ലേ, ഈ കൂട്ടമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്? വൈറ്റ് മാറ്റർ. ഒന്നുമില്ല, ഈ മൈലിൻ ഷീത്തിന് ഷൈനി വൈറ്റ് കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് മൈലിൻ ഷീറ്റ്സ് അല്ലെങ്കിൽ ആക്സോൺസ് എവിടെ കാണപ്പെടുന്നു? ടു ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ തന്നെ ഈ കാണപ്പെടുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിനെയാണ് എന്തറിയപ്പെടുന്നത്? വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നത്. ഇനി നോക്ക് നിങ്ങൾ, ഈ സൈറ്റോൺ ഓർ സെൽ ബോഡി, ഈ സെൽ ബോഡിക്ക് ഗ്രേ കളറാണ്. ഈ ഗ്രേ കളറിലുള്ള സൈറ്റോൺ ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നതിന് എന്തു പറയും? ഗ്രേ മാറ്റർ. ഇനി നമുക്ക് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ന്യൂറോൺസ് ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്ത ഭാഗത്തേക്ക് പോകാം. ഡിഫറെൻറ്റ് ടൈപ്പ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ന്യൂറോണിനെ നമുക്ക് ക്ലാസിഫൈ ഇൻടു ടു: സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. അതായത് രണ്ട് തരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് ന്യൂറോണിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സെൻസറി ന്യൂറോണും ഇനി അതേപോലെ തന്നെ മോട്ടോർ ന്യൂറോണും. സെൻസറി ന്യൂറോൺ മീൻസ് എന്താണ്? ക്യാരിങ് സെൻസറി ഇമ്പൾസസ്. അതായത് സെൻസറി ഇമ്പൾസസുകളെ വഹിക്കുന്നത്, ബോഡി പാർട്സിലുള്ള സെൻസറി ഇമ്പൾസുകൾ എവിടെ എത്തിക്കുന്നു? ടു ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. അതായത് സെൻസറി ഇമ്പൾസുകളെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തിക്കുന്ന ന്യൂറോണുകളെയാണ് എന്തറിയപ്പെടുന്നത്? സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്? മോട്ടോർ ഇമ്പൾസുകളെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടോർ ഇമ്പൾസുകളെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള മോട്ടോർ ഇമ്പൾസുകൾ എവിടെ എത്തിക്കുന്നു? ടു ബോഡി പാർട്സ്. ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്ന ന്യൂറോണുകളെ എന്തും പറയും? മോട്ടോർ ന്യൂറോൺ എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് നെർവാണ് അല്ലേ. ന്യൂറോണും നെർവും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് ഓർമ്മയിലുണ്ടാകണം. ന്യൂറോണുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? നെർവ് ഉണ്ടാകുന്നത്. ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ് എന്താണ്? കവറിങ് കണക്റ്റീവ് ടിഷ്യൂസ്. ഒരു ഗ്രൂപ്പ് ഓഫ് നെർവ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആക്സോണുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് കവർ ചെയ്തിട്ട് പറയുന്ന പേരാണെന്ത്? നെർവ് എന്ന് പറയുന്നത്. അപ്പം നെർവ് മനസ്സിലായല്ലോ. നാഡികൾ എന്ന് മലയാളത്തിൽ പറയും അല്ലേ. ഈ നെർവ് ഒരു കൂട്ടം ന്യൂറോണുകളെ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് കവർ ചെയ്ത് അല്ലേ. നമ്മളൊരു ചെമ്പ് കമ്പിയെ പ്ലാസ്റ്റിക് കൊണ്ട് ചുറ്റിയിട്ട് വയറെന്ന് പറയല്ലേ, അതേപോലെ ഈ നെർവ് ഫൈബേഴ്സിനെ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് കവർ ചെയ്തിട്ടിരിക്കുന്നതിനാണ് എന്തറിയപ്പെടുന്നത്? നെർവ് എന്ന് പറയുന്നത്. ന്യൂറോണിനെ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതിനാണ് എന്തറിയപ്പെടുന്നത്? നെർവ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് നെർവ് ഉണ്ട്, ടൈപ്സ് ഓഫ് നെർവ് അല്ലേ. സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. 3 തരം നെർവ് ഉണ്ട്: സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. നമുക്ക് നോക്കാം ഓരോന്നും. ആദ്യത്തെ സെൻസറി നെർവ്. നമ്മൾ നെർവ് പറഞ്ഞു, അതിനകത്ത് ആദ്യത്തെ സെൻസറി നെർവ്. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ സെൻസറി നെർവ് ഫോംഡ് സെൻസറി നെർവ് ഫൈബേഴ്സ്. അതായത് സെൻസറി ന്യൂറോണുകൾ ചേർന്നിട്ടാണ് സെൻസറി നെർവ് രൂപപ്പെടുന്നത്. സെൻസറി നെർവ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് ഫൈബേഴ്സ് ചേർന്നിട്ടാണ് സെൻസറി നെർവ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എളുപ്പമാണ്. ബോഡി പാർട്സിലുള്ള സെൻസറി ഇമ്പൾസിനെ ടു ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്, ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ എത്തിക്കുന്ന നെർവിനെയാണ് എന്തറിയപ്പെടുന്നത്? സെൻസറി നെർവ് എന്ന് പറയുന്നത്. ഓർമ്മിക്കാലോ. ഇനി അടുത്തത് രണ്ടാമത്തത് മോട്ടോർ നെർവ്. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള മോട്ടോർ ഇമ്പൾസുകളെ ബോഡി പാർട്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്തിക്കുന്നത് ആരാണ്? ഈ മോട്ടോർ നെർവാണ്. മോട്ടോർ നെർവ് ഫോംഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ് ചേർന്നിട്ടാണ് ഈ മോട്ടോർ നെർവ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഫൈനലി എന്താണ്? മിക്സഡ് നെർവ്. മൂന്നാമത്തത് മിക്സഡ് നെർവ്. ഈ മിക്സഡ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് കമ്പൈൻ മോട്ടോർ നെർവ് ആൻഡ് സെൻസറി നെർവ്. ഈ മോട്ടോർ നെർവും സെൻസറി നെർവും ചേർന്ന് രൂപപ്പെടുന്നതാണ് ഏത്? ഈ മിക്സഡ് നെർവ്. അതിൻ്റെ അല്ലെങ്കിൽ മോട്ടോർ നെർവ് ഫൈബേഴ്സ് ആൻഡ് സെൻസറി നെർവ് ഫൈബേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നു. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിളാണ് സ്പൈനൽ നെർവ്. സ്പൈനൽ നെർവാണ് ഈ മിക്സഡ് നെർവിന് എക്സാമ്പിൾ. മുകളിലോട്ടും കൊണ്ടുവന്നുണ്ട്, താഴോട്ടും കൊണ്ടുവരുന്നുണ്ട് ഇമ്പൾസുകളെ. അപ്പോൾ ഇവിടെ ഇത്രയാണ് നമുക്ക് നെർവ് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത്
നെർവസ് സിസ്റ്റം, നേരത്തെ നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ നെർവ് പഠിച്ചു, റിസപ്റ്റേഴ്സ് പഠിച്ചു, ഇനി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇനി ഇവിടെ ഈ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. നെർവസ് സിസ്റ്റത്തിൽ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇവിടെ നോക്ക് നിങ്ങൾ, ഈ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അല്ലെ, CNS എന്നും പറയും, PNS എന്നും പറയും. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഇങ്ങനെ രണ്ടായി തിരിക്കാം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നതാണ് ഏത്? സെൻട്രൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സ്പൈനൽ നെർവും ഇനി അതേപോലെ തന്നെ ക്രാനിയൽ നെർവും ചേർന്നാണ് ഏത്? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് കേൾക്കുക, അത് മനസ്സിലാക്കുക. കാണാപ്പാഠമല്ല പഠിക്കേണ്ടത്, ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തന്നെയാണ്. നോക്ക് നിങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റിമുലീസ് എന്താണെന്ന് പറഞ്ഞു, ഒന്ന് പറയേണ്ടല്ലോ സ്റ്റിമുലി എന്താണെന്ന്. രണ്ടാമത് പറഞ്ഞു 2 ടൈപ്പ് സ്റ്റിമുലി, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. മൂന്നാമത് നമ്മൾ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നാലാമത് നമ്മൾ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു. അഞ്ചാമത് നമ്മൾ പറഞ്ഞത് ന്യൂറോണിനെ കുറിച്ച് പറഞ്ഞു. ആറാമത് ന്യൂറോണിൻ്റെ പാർട്ടും ഫംഗ്ഷനും പഠിച്ചു. ഏഴാമത് നമ്മൾ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. എട്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? ഇമ്പൾസ് ജനറേറ്റ് ഇമ്പൾസിനെ കുറിച്ച് പഠിച്ചു. ഒമ്പതാമത് നമ്മൾ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ് പറഞ്ഞു, ജനറേഷൻ ഓഫ് ഇമ്പൾസസ് പറഞ്ഞു. ഇനി പത്താമത് നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. 11ാമത് ഡിഫറെൻറ്റ് ടൈപ്പ് ന്യൂറോൺ പഠിച്ചു. ഇനി 12ാമത് നമ്മൾ എന്ത് പഠിച്ചു? നെർവിനെ കുറിച്ച് പഠിച്ചു. ഇനി 13ാമത് ഡിഫറെൻറ്റ് ടൈപ്പ് നെർവിനെ കുറിച്ച് പഠിച്ചു. 14ാമത് നമ്മൾ പറഞ്ഞു എന്താണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ട് പഠിച്ചു, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ അങ്ങോട്ട് വിശദമായിട്ട് പഠിക്കാം. നല്ലവണ്ണം ബുക്ക് വായിക്കുക, ക്ലാസ് കേൾക്കുക, പഠനം തുടരുക. താങ്ക്സ്.